ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ പ്രതിരോധ സിദ്ധാന്തത്തിന്റെ അനിവാര്യ ഘടകമായി മാറിയെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പാക് ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുന്നതിനായി വിവിധ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘങ്ങളെ അയക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ 708 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തിരുവനന്തപുരം കനകക്കുന്നിൽ ഇന്ന് തുടക്കമാവും. IPL ക്രിക്കറ്റ് മത്സരങ്ങൾ ഇന്ന് പുനരാരംഭിക്കും. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും കൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലാണ് ഇന്നത്തെ മത്സരം. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ സിന്ദൂർ രാജ്യസുരക്ഷ എന്നതിലുപരി ഇന്ത്യയുടെ പ്രതിരോധ സിദ്ധാന്തത്തിന്റെ അനിവാര്യ ഘടകമായി മാറിയെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പാകിസ്ഥാന് സാമ്പത്തിക സഹായം നൽകുന്നത് പുനഃപരിശോധിക്കണമെന്ന് അന്താരാഷ്ട്ര നാണയനിധിയോടും ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാനുള്ള ഏതു തരത്തിലുള്ള സാമ്പത്തിക സഹായവും തീവ്രവാദ ധനസഹായത്തിന് തുല്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി. ഭുജിലെ വ്യോമസേനാ താവളത്തിൽ സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് പാക് ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുന്നതിനായി വിവിധ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘങ്ങളെ അയക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നു. പ്രതിനിധി സംഘങ്ങളിൽ ഭരണ പ്രതിപക്ഷ പാർട്ടികളിലെ അംഗങ്ങളുണ്ടാകും. ഇത് സംബന്ധിച്ച് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി ആശയവിനിമയം നടത്തിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യയിൽ ഭീകരപ്രവർത്തനങ്ങൾ നടത്തി പാകിസ്ഥാനിൽ അഭയം പ്രാപിച്ചവരെ വിട്ടുനൽകുകയും പാക് അധിനിവേശ കാശ്മീരിൽ നിന്ന് ഒഴിയുകയും ചെയ്താൽ മാത്രമേ പാകിസ്ഥാനുമായി ചർച്ചയ്ക്ക് തയ്യാറാകൂ എന്ന് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി. ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി പൂർത്തിയാക്കിയ സൈന്യത്തെ ആദരിക്കുന്നതിനായി ഹൈദരാബാദിൽ തിരംഗയാത്ര സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. प्रधानमंत्री स्वयं ये घोषणा किया है, ऑपरेशन सिंदूर खत्म नहीं हुआ है जब तक पाकिस्तान आतंकवादियों को, पाकिस्तान के जितने भी अभी घूम रहे वो लोगों को जो भारत में आकर भारत में आतंकवाद का गतिविधि करके फिर पाकिस्तान के अंदर आज शरण ले रहे, पाकिस्तान के अंदर शेल्टर दे रहे, वैसे लोगों को भारत को हैंडओवर करना चाहिए, ऐसा भारत डिमांड है. उसके अलावा POK भी छोड़ना चाहिए. उसके बाद ही पाकिस्तान से जो भी होगा चर्चा होगा. കേരളത്തിൽ ഇന്നലെ കൊച്ചിയിൽ നടന്ന തിരംഗയാത്രയിൽ മുൻ സൈനികരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിലുള്ളവർ പങ്കെടുത്തു. പഹൽഗാം ഭീകരാക്രമണത്തിനിരയായ കൊച്ചി സ്വദേശി N രാമചന്ദ്രന്റെ ഭാര്യയും മകനും പരിപാടിയിൽ പങ്കെടുത്തു. വൈകുന്നേരം പാലക്കാട് കോട്ടമൈതാനത്തെ യുദ്ധസ്മാരകത്തിൽ നിന്ന് ആരംഭിച്ച ത്രിവർണ്ണ സ്വാഭിമാന യാത്രയിലും നിരവധി പേർ പങ്കെടുത്തു. കോഴിക്കോടും കൊല്ലത്തും പത്തനംതിട്ടയും തിരംഗയാത്ര സംഘടിപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയാഘോഷങ്ങൾക്കൊപ്പം ഇന്ത്യൻ സൈനികരുടെ ധീരതയെയും അഭിവാദ്യം ചെയ്ത് രാഷ്ട്രം. സായുധ സേനകളോടുള്ള ആദരസൂചകമായി ആകാശവാണി വാർത്തകൾ അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് കാർഗിൽ യുദ്ധത്തിൽ മാതൃകാപരമായ ധീരത പ്രകടിപ്പിച്ച പരം വീരചക്ര അവാർഡ് ജേതാവ് റൈഫിൾമാൻ സഞ്ജയ് കുമാറിനെ നമ്മൾ ഓർക്കുന്നു. ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂർ ജില്ലയിൽ ജനിച്ച സഞ്ജയ് കുമാർ 1996 ജമ്മു കാശ്മീർ റൈഫിൾസിലെ 13ാം ബറ്റാലിയനിൽ ചേർന്നു. 1999 ജൂലൈ 4 കാർഗിൽ യുദ്ധത്തിൽ മുഷ്കോ താഴ്വരയിലെ ഏരിയ ഫ്ളാറ്റ് ടോപ്പ് പിടിച്ചെടുക്കുക എന്നതായിരുന്നു ദൌത്യം. ആക്രമണത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം 3 നുഴഞ്ഞുകയറ്റക്കാരെ വധിക്കുകയും തന്റെ ടീമിനൊപ്പം ഫ്ളാറ്റ് ടോപ്പ് പ്രദേശം ശത്രുവിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. റൈഫിൾമാൻ സഞ്ജയ് കുമാറിന്റെ ധീരതയെയും സമർപ്പണത്തെയും രാഷ്ട്രം പരംവീര ചക്ര നൽകി ആദരിച്ചു. 2022 ഫെബ്രുവരിയിൽ അദ്ദേഹത്തിന് സുബേദാർ മേജർ പദവി നൽകി പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നിയമിച്ചു. 58ാമത് ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്തു. പ്രമുഖ ഉറുദു കവിയും ഗാനരചയിതാവുമായ ഗുൽസാർ, സംസ്കൃത പണ്ഡിതൻ ജഗദ്ഗുരു രാമഭദ്ര ആചാര്യ എന്നിവർക്കായിരുന്നു 2023 ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ. അവാർഡ് ജേതാക്കളെ രാഷ്ട്രപതി അഭിനന്ദിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ 708 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഗാന്ധിനഗർ മുനിസിപ്പൽ കോർപ്പറേഷനിലെയും തപാൽ വകുപ്പിലെയും വിവിധ വികസന പദ്ധതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉദ്ഘാടനം ചെയ്യും. നാളെ അഹമ്മദാബാദിലും മെഹസനയിലും വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ദുബായിൽ തങ്ങളുടെ ആദ്യത്തെ ക്യാമ്പസ് സ്ഥാപിക്കുന്നതിനായി പ്രഖ്യാപിച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ് IIFT ആഗോള സാന്നിധ്യം വികസിപ്പിക്കുന്നതിലും അന്താരാഷ്ട്ര ബിസിനസ് വിദ്യാഭ്യാസത്തിൽ ഇന്ത്യയുടെ ഇടപെടൽ ശക്തിപ്പെടുത്തുന്നതിലും ഇത് സുപ്രധാന ചുവടുവയ്പാണ്. ഇന്ത്യ UAE പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിന്റെ തെളിവാണിതെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തിരുവനന്തപുരം കനകക്കുന്നിൽ ഇന്ന് തുടക്കമാവും. ഈ മാസം 23 വരെയാണ് പ്രദർശന വിപണന മേള. പരിപാടിയുടെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ ഇന്നു മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് നേപ്പാൾ പരിസ്ഥിതി മന്ത്രി യൻ ബഹാദൂർ ഷാഹിദ് തഗരിയുമായി കാഠ്മണ്ഡുവിലെ സാഗർമാത സംവാദ് ഉച്ചകോടിക്കിടെ കൂടിക്കാഴ്ച നടത്തി. പരിസ്ഥിതി മേഖലയിലെ വിവിധ ഉഭയകക്ഷി പ്രാദേശിക സംരംഭങ്ങളിൽ കൈവരിച്ച പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്യുകയും കൂടുതൽ സഹകരണത്തിനുള്ള അവസരങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. ആഗോള കാലാവസ്ഥാ പ്രവർത്തനത്തോടുള്ള ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിബദ്ധതയും ഹിമാലയത്തെയും മറ്റു പർവ്വത ആവാസ വ്യവസ്ഥകളെയും സംരക്ഷിക്കുന്നതിനുള്ള സഹകരണ ശ്രമങ്ങളുടെ ആവശ്യകതയും ഉച്ചകോടിയിൽ മന്ത്രി ഭൂപേന്ദർ യാദവ് വ്യക്തമാക്കി. India, under the visionary leadership of Honorable Prime Minister Shri Narendra Modi ji, is deeply committed to contributing to climate action with the urgency it demands. Despite our minimal role for the crisis it faces, our nationally determined contribution under the Paris Agreement and our National Action Plan on Climate, we are testament to our resolve. So are the ambitious target for renewable energy, aiming for 500 gigawatt of non-fossil fuel electricity generation capacity by 2030. ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന IPL ക്രിക്കറ്റ് മത്സരങ്ങൾ ഇന്നു മുതൽ പുനരാരംഭിക്കും. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലാണ് ഇന്നത്തെ മത്സരം. രാത്രി 7:30 ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ കളി ആരംഭിക്കും. ദോഹ ഡയമണ്ട് ലീഗ് പുരുഷ ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്രയ്ക്ക് 2ാം സ്ഥാനം. റെക്കോർഡോടെ 90.23 മീറ്റർ ദൂരമെറിഞ്ഞെങ്കിലും 91.06 മീറ്റർ എറിഞ്ഞ് ജർമ്മനിയുടെ ജൂലിയൻ വെബർ നീരജിനെ മറികടന്നു. തന്റെ കരിയറിൽ ആദ്യമായാണ് നീരജ് ചോപ്ര 90 മീറ്റർ കടക്കുന്നത്. വനിതകളുടെ 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ ഇന്ത്യയുടെ പരുൾ ചൌധരി 6ാം സ്ഥാനം നേടി. റൊമാനിയയിലെ ബുക്കാറസ്റ്റിൽ നടന്ന സൂപ്പർ ബെറ്റ് ചെസ് ക്ലാസിക്കിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക് വിജയം. അലിറേസ ഫിറോസ്ജയ്ക്കും മാക്സിം വാച്ചിയർ ലാഗ്രേവിനും എതിരായ മത്സരത്തിൽ ടൈ ബ്രേക്കറിന് ശേഷമാണ് ജയം. ഗ്രാൻഡ് ചെസ് ടൂറിന്റെ അടുത്ത മത്സരമായ സൂപ്പർ യുണൈറ്റഡ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് ഇവന്റ് ജൂലൈ 1 മുതൽ ക്രൊയേഷ്യയിൽ നടക്കും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ വരുന്ന അധ്യയന വർഷം മുതൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിൽ PhD പ്രോഗ്രാം ആരംഭിക്കുന്നു. പ്രോഗ്രാമിന്റെ നിയമങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. പ്രവേശന വിശദാംശങ്ങൾ പിന്നീട് അറിയിക്കും. പുതിയ കോഴ്സ് ആരംഭിച്ചതായി IIMC വൈസ് ചാൻസലർ ഡോക്ടർ അനുപമ ഭട്നാഗർ സ്ഥിരീകരിച്ചു. മലപ്പുറത്തിറങ്ങിയ നരഭോജി കടുവയെ പിടികൂടാൻ വനം വകുപ്പ് നേതൃത്വത്തിൽ അടക്കാക്കുണ്ടിൽ 2 ക്യാമ്പുകൾ ആരംഭിച്ചു. ഉദ്യോഗസ്ഥർക്കായി ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും കുങ്കിയാനകൾക്കും അനുബന്ധ ജോലിക്കാർക്കും പാറശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിലുമാണ് ക്യാമ്പ് ഒരുക്കിയത്. കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയാൽ ഉടൻ നടപടി ആരംഭിക്കാനാണ് പ്രദേശത്തു തന്നെ സൌകര്യമൊരുക്കിയത്. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, കർണാടക, കേരളം, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, തെലങ്കാന എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിപ്പുണ്ട്. നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ 2 CISF ഉദ്യോഗസ്ഥരെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. CISF ഇൻസ്പെക്ടർ വിനയകുമാർ, കോൺസ്റ്റബിൾ മോഹൻകുമാർ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ ഇരുവർക്കുമെതിരെ വിവിധ യുവജന സംഘടനകൾ ശക്തമായി പ്രതിഷേധിച്ചു. എഴുത്തുകാരൻ സൽമാൻ റുഷ്ദിയെ ആക്രമിച്ച കേസിൽ അമേരിക്കൻ ലബനീസ് പൌരനായ ഹാദി മദറിന് 25 വർഷം തടവ് ശിക്ഷ വിധിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ പ്രതിരോധ സിദ്ധാന്തത്തിന്റെ അനിവാര്യ ഘടകമായി മാറിയെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പാക് ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുന്നതിനായി വിവിധ രാജ്യങ്ങളിലേക്ക് പ്രതിനിധി സംഘങ്ങളെ അയക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ 708 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തിരുവനന്തപുരം കനകക്കുന്നിൽ ഇന്ന് തുടക്കമാവും. IPL ക്രിക്കറ്റ് മത്സരങ്ങൾ ഇന്ന് പുനരാരംഭിക്കും. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലാണ് ഇന്നത്തെ മത്സരം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.